ഹലോ, ഇന്നത്തെ ദിവസം ഒരു തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് പിള്ളേരുടെ സ്കൂളിൽ ഒരേ ദിവസം പാരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ രണ്ട് സ്കൂളിൽ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതിനിടയിൽ കൂടെ വീട്ടിലത്തെ ജോലികളൊക്കെ തീർക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ ഒരാൾക്കും അതുപോലെ ഉച്ചയ്ക്ക് ഒരാൾക്കായിരുന്നു കേട്ടോ പാരൻസ് മീറ്റിംഗ്. അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ തീർത്തിട്ട് ഞാൻ ഫസ്റ്റ് ചെറിയ ആളുടെ മീറ്റിങ്ങിന് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്നിച്ച് രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡൊക്കെ അതിന് ശേഷം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനിടയിൽ മാതളങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജ്യൂസൊക്കെ ഒന്ന് ഇട്ട് കുടിച്ചു. അപ്പോൾ എനിക്കായിട്ട് കുടിക്കാൻ എനിക്ക് നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പിള്ളേരൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജ്യൂസൊക്കെ ഒന്നിട്ട് കുടിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ഇന്ന് സിമ്പിൾ ലഞ്ചാണ്. കോവയ്ക്ക ഉപ്പേരി അതുപോലെ തന്നെ മുളക് വറുത്ത പുളിയായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച്. അപ്പോൾ നമ്മുടെ മുളക് വറുത്ത പുളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുളക് വറുത്ത പുളിയും കോവയ്ക്ക ഉപ്പേരിയൊക്കെ ആയതുകൊണ്ട് തന്നെ മുട്ട ഓംലെറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി പാത്രം കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടാണ് കേട്ടോ റെഡി ആയിട്ടുണ്ടാകുന്നില്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ കിച്ചൺ വൃത്തിയായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് വരുന്ന വരെ ഒരു ടെൻഷൻ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അതിന് ശേഷം ഞാൻ പോയി റെഡി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ണനെ ഒന്നും കൊണ്ടുപോകണില്ല. അപ്പോൾ ജിത്തുട്ടിൻ്റെ സ്കൂളിലാണ് പോകണം കേട്ടോ. അപ്പോൾ അവന് ആദ്യം അവൻ ഞാൻ എങ്ങോട്ടെങ്കിൽ പോവാണിച്ചാൽ നിൽക്കില്ല കേട്ടോ. ഒറ്റയ്ക്ക് നതുട്ടി അജിത്തു ആരും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കൊന്നും നിൽക്കാറില്ല. ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത്തിരി വലുതായതുകൊണ്ട് എന്തോ ഞാൻ എങ്ങോട്ടെങ്കിൽ പോവാണെങ്കിലോ അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോവാണെങ്കിലൊക്കെ ഞാൻ അവിടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവന് കഴിഞ്ഞ വർഷത്തെ ക്ലാസ് പ്രൊഫഷൻസി അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവനൊരു പ്രൈസ് കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി വാങ്ങാനാണ് കേട്ടോ. ഒരു അച്ഛനും അമ്മയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനെ ഇവിടെ ആക്കി അവന് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ റെഡിയായി പോയി. അവിടെ പോയപ്പോൾ കുറച്ച് തിരക്കായിരുന്നു, തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേന് 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണനെ കൊണ്ടുപോകാതിരുന്നത് നന്നായി. പിന്നെ അവിടെ പോയി കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് അവരുടെ പ്രസംഗം ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രൈസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇന്ന് ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ പ്രൈസൊക്കെ കുറച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് എന്തോ തിരക്കുണ്ടെന്നും പറഞ്ഞിട്ട് ജിത്തൂട്ടിന് കൊടുക്കണ സമയമാകുമ്പോഴത്തേനും അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് കൊടുക്കുന്നത് വേറെ അവിടുത്തെ ക്ലാസ് ടീച്ചറോ ആരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക.